ഹായ്, ഞാൻ നിസ്സി. ഒരു ന്യൂ ബോണിൻ്റെ ഐറിഷ് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഫസ്റ്റിൽ തന്നെ DFA.I എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കുട്ടിയുടെ ഡീറ്റെയിൽസും പേരൻസിൻ്റെ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്യുക. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന 2 പേജുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പേജ് എന്ന് പറയുന്നത് നമ്മൾ ഏത് വിസ കാറ്റഗറിയിലാണെന്നുള്ളത്. ഞാനിവിടെ മാർക്ക് ചെയ്തേക്കാം. അത് നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ പേരൻസ് ആ ഒരു വിസ കാറ്റഗറിയിലായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളത് ഏത് വിസ കാറ്റഗറിയിലാണെന്നുള്ളത്. പിന്നീട് രണ്ടാമത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ഒരു പബ്ലിക് സർവീസ് കാർഡ് നമ്പറിനെ കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മുടെ PPSN നമ്പർ അല്ല അവർ ചോദിക്കുന്നത്, ആ കാർഡ് നമ്പറാണ് അവർ ചോദിക്കുന്നത്. പിന്നീട് നിങ്ങൾ ബേബിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ പേഴ്സണലി വീട്ടിൽ തന്നെയാണ് എടുത്തത്. ഒരു വൈറ്റ് ക്ലോത്ത്സിൽ കുട്ടിയെ കിടത്തിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റുഡിയോയിൽ പോയി അത് എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ID-യിലോട്ട് ഒരു PDF ഫോർമാറ്റ് വരും. അതെന്ന് പറയുന്ന ഒരു കൺസെൻറ്റ് ഫോമാണ്. ആ കൺസെൻറ്റ് ഫോം നിങ്ങളുടെ അടുത്തുള്ള ഒരു നിയറസ്റ്റ് ലോക്കൽ ഗാർഡ സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്യിപ്പിക്കുക. മേക്ക് ഷുവർ ചെയ്യുക അപ്പനും അമ്മയും കുട്ടിയും കൂടെ പോകുക എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ഒരു എൻവലപ്പിൽ നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും ഒറിജിനൽ പാസ്പോർട്ട്, ഒറിജിനൽ കറൻറ്റ് GNIB കാർഡ്, ആരാണോ ഇവിടെ 3 years കംപ്ലീറ്റ് ആയത് അവരുടെ ഓൾഡ് GNIB കാർഡിൻ്റെ കോപ്പികളും നിങ്ങളൊരു എൻവലപ്പിലാക്കി പോസ്റ്റ് വഴി ഡബ്ലിനിലോട്ട് അയയ്ക്കുക. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആപ്ലിക്കേഷൻ ID വെച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ DFAയുടെ കസ്റ്റമർ സർവീസിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.